ഹലോ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. യെസ്, അതാണ്. അപ്പൊ പുതിയൊരു ദിവസം പുതിയൊരു തുടക്കം. ഞാനും അമ്മൂട്ടി വീണ്ടും വന്നിരിക്കുകയാണ്. അമ്മൂട്ടി പറഞ്ഞോളൂ, എന്താണ് ഇന്നത്തെ പരിപാടി? റോങ് ആൻസർ ഒള്ളി ചലഞ്ച്. യെസ്, ഇന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുള്ള് റോങ് ആൻസർ ആയിരിക്കും കേട്ടോ ഇന്നത്തെ വീഡിയോയില്. പക്ഷെ കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിഷ്മെന്റ് നമ്മൾ കൊടുത്തിരിക്കും. അതില്ല. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ബാധകമാണ്. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോയില് എല്ലാരും ലൈക്ക് ചെയ്യുക, കൂടെ തന്നെ ഉണ്ടാവുക. അപ്പൊ ഇന്നത്തെ നമ്മുടെ റോങ് ആൻസർ ഉള്ളി ചലഞ്ച് വ്ളോഗ് കാണാൻ വേണ്ടി വന്ന നമ്മുടെ എല്ലാ ഫാമിലിയിലുള്ള എല്ലാവരെയും നമുക്ക് വെൽക്കം ചെയ്ത് തരാൻ വേണ്ടി. അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. യെസ്, അങ്ങനെ നമ്മുടെ റോങ് ആൻസർ ഉള്ളി ചലഞ്ച് തുടങ്ങാൻ വേണ്ടി പോവാണ് ഗൈസ്. അമ്മൂട്ടി, നിനക്ക് ഇതിനകത്ത് ഐഡിയാസ് ഉണ്ടോ? ഇല്ല. എങ്ങനെ സംസാരിക്കേണ്ടത്? സാധാരണ കറക്റ്റ് ആൻസർ പറഞ്ഞില്ലെങ്കിലാണ് തല്ല് കിട്ടുന്നത്. അതെ, ഇത് റോങ് ആൻസർ പറഞ്ഞ് തല്ലി മേടിക്കുക ആദ്യമായിട്ട് അല്ല. സാധാരണ കറക്റ്റ് ആൻസർ പറഞ്ഞാലാണ് തല്ല് കിട്ടാതിരിക്കുക. പക്ഷെ ഇവിടെ കറക്റ്റ് ആൻസർ പറഞ്ഞില്ല. അതന്നെയല്ലേ ഞാനും പറഞ്ഞ സാധാരണ കറക്റ്റ് ആൻസർ പറഞ്ഞില്ലെങ്കിൽ തല്ല് കിട്ടുന്നത്. ഇത് റോങ് ആൻസർ പറഞ്ഞ് തല്ല് മേടിക്കുന്നത് ആദ്യമായിട്ട്. അവിടെ ഇവളുടെ കൈ വിട്ടു. ഇതെങ്കിലും പറ. അതായത് അങ്ങനെയല്ല, സാധാരണ നമ്മള് കറക്റ്റ് ആൻസർ പറഞ്ഞാൽ തല്ല് കിട്ടത്തില്ല. ഇവിടെ കറക്റ്റ് ആൻസർ എനിക്കത് കറക്റ്റ് ആയിട്ട് കിട്ടുന്നില്ല. നീ കറക്റ്റ് ആയിട്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടി കിട്ടും. ഇപ്പൊ മനസ്സിലായോ? നിനക്കാ ബസ് തരണ്ട. ശരി, ഇതാണ് സംഭവം. ആദ്യം എന്നാ പിന്നെ ഇവൾക്ക് തന്നെ തുടങ്ങണോ അത് എനിക്ക് തുടങ്ങണോ? നീ പറ. ശരി, തുടങ്ങാം. എവിടെ തുടങ്ങും? നമ്മുടെ കേരളത്തിൽ എത്ര ജില്ലകളുണ്ട്? 35. കേരളത്തില് കാസർഗോഡ് എവിടെയായിട്ട് സ്ഥിതി ചെയ്യുന്നത്? താഴെ. നമ്മൾ രാവിലെ എണീറ്റാൽ എന്ത് ചെയ്യും? മുറ്റടിക്കും. പല്ല് നമ്മൾ പല്ല് കേൾക്കുന്നത് എന്തുകൊണ്ടാ? ചിന്തിക്കാൻ പാടില്ല. ഓക്കെ. ട്രാവൽ ചെയ്യുമ്പോഴത്തേനും കഴിക്കാൻ ഇഷ്ടം എന്താ? മുട്ട. റോങ് ആൻസർ പറയണോ? ഞാൻ എന്ത് എനിക്കിട്ടാ? നിന്റെ പേരെന്താ? ലവ്. നിനക്ക് ലവ് ഉണ്ടോ? ഉണ്ടോ? വേണ്ടായിരുന്നു. ആര്? ജീവൻ. ജീവൻ വേണ്ടാന്നോ? തുളസി. തുളസിയോ? ആഗ്രഹമുണ്ട്. ആരെ? ജീവൻ. ജീവനോ? മരണം. മരിക്കാനോ? മരിക്കാൻ ആഗ്രഹമുണ്ടെന്നാണോ കവി പറയുന്നത്? തേങ്ങ ഇഷ്ടമാണ്. തേങ്ങയാ? ഓക്കെ. നിന്റെ വീട്ടിൽ തേങ്ങ ഉണ്ടോ? അരി പൊടിക്കാറുണ്ട്. തേങ്ങ എവിടുന്നാ വരുന്നത്? ചെരുപ്പ് ഇടാതിരുന്നാൽ ശരിയാവില്ല. നിന്റെ കാലിൽ ആണിയുണ്ടോ? മഴ പെയ്യാൻ ചാൻസ് ഉണ്ട്. ഓക്കെ. നിന്റെ വീട് എവിടെയാ? കയ്യിൽ വിട്ടുപോയതാ. ഓക്കെ. ചായക്ക് ചായപ്പൊടി ഇടാറുണ്ടോ? പഞ്ചസാര ഇടും. അയ്യോ സോറി. ഓക്കെ, കൊഴപ്പില്ല. അടുത്ത സോറി. ഞാൻ ചായപ്പൊടി ഇടാറുണ്ട്. കഴിക്കാൻ ഇഷ്ടമുണ്ടോ? നൂഡിൽസ്. ചോദിച്ചോളൂ, എന്നോട് ചോദിച്ചോളൂ. എന്താ പിടിച്ചു? നിന്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്? അനിയൻ. കൈയിട്ടുപോയതാ. സോറി. പൊട്ടോടാൻ ഇഷ്ടമാണോ? ചമ്മന്തി ആക്കാൻ ഇഷ്ടം. ചമ്മന്തി കഴിക്കാൻ ഇഷ്ടമാണോ? ചമ്മന്തി കഴിക്കാൻ ഇഷ്ടം. പോരട്ടെ. നിനക്ക് എന്താ ഇഷ്ടപ്പെട്ട ഫുഡ്? മമ്മി പറയുന്നത് പോലൊന്നും എനിക്ക് വേണ്ട. എന്ത്? കല്യാണോ? ആഗ്രഹമുണ്ട്. കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്നാ? ഓക്കെ. നെക്സ്റ്റ്, വണ്ടിയിലൊക്കെ കയറാറുണ്ടോ? ചീപ്പാ ഇഷ്ടം. ഞാൻ പറയാം. ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു പിടുത്തം ഇല്ലാത്തോണ്ട് ഞാൻ അടിക്കുന്നില്ല കേട്ടോ. അല്ലേ? യാത്രയൊക്കെ ചെയ്യാറുണ്ടോ? ചിരിപ്പിച്ച് കൊല്ലല്ലേ. അത് പറയാം. ഓക്കെ, തുടങ്ങാം. യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ? എനിക്ക് ന്യൂസിലാൻഡ് പോകാൻ ഇഷ്ടം.
നീ എന്തിനാ ഈ പൊട്ടത്തനെ വിളിച്ചത്? ഇത് വെറും പൊട്ടിക്കാളിയല്ലടാ. നീ നല്ല അടി മേടിച്ചു കൂട്ട. അല്ല പിന്നെ ഇത് നിങ്ങൾ പറയും. ടിൻസിന്റെ വീട്ടിൽ ആരാ മൂത്തത്? പഴം തിന്നാൻ വയറിന് നല്ലതാ. വാഴയാണോ അപ്പൊ ഉള്ളത്? പൂക്കള് സൗരഭ്യം നൽകും. പൂക്കളൊക്കെ ഉണ്ടോ വീട്ടില്? മഴ പെയ്താൽ നല്ലതാണപ്പാ. അപ്പയോ? തണുപ്പാ. തണുപ്പാ. മഴ. നീ കറക്റ്റ് ചോദ്യം ചോദിക്കാതെ ഇത് പറയാൻ പറ്റൂല. അല്ല ഞാൻ എന്ത് പറഞ്ഞാലും തെറ്റ് പറയണം. ഇല്ല ഇല്ലാന്നോ? ഓക്കെ പറ. പേരെന്താ? പൂമ്പാറ്റേനെ പറന്ന് കിടക്കുന്ന കാണാൻ എന്ത് രസം. ഓണക്കാലത്ത് മഴ പെയ്യും. ഓണക്കാലത്ത് ആഘോഷിക്കാറുണ്ടോ? ക്രിസ്മസ് ഒരു വികാരമാണ്. ക്രിസ്മസ് കാലത്ത് ആരാ വരുന്ന വീട്ടില്? ഓണത്തപ്പൂപ്പം വന്നാൽ വീട്ടിൽ കൃഷി തുടങ്ങാം. കൃഷിയോ? എന്ത് കൃഷിയാ ഉള്ളേ? മാവിൻ കൃഷി. കൃഷി. മാവിൽ ഊഞ്ഞാലാണെന്ന് പറയാൻ വേണ്ടി വന്നതാ, കൈവിട്ട് പോയി. കോഴിക്കോടൊക്കെ പോകാറുണ്ടോ? എനിക്ക് തൃശ്ശൂർ ഇഷ്ടം. കോഴിക്കോട് അലുവ തിന്നിട്ടുണ്ടോ? മീൻ പിടിക്കാൻ ഇഷ്ടം. കോഴിക്കോട്ടെ പാട്ടുകാരെ അറിയാവോ? ടിൻചനെ അറിയാം. ഇഷ്ടപ്പെട്ട പാട്ടുകാരനാ? ടിനുക്കുട്ടൻ. ഇഷ്ടപ്പെട്ട പാട്ടുകാരൻ ഏതെങ്കിലും ഉണ്ടോ? മോഹൻലാലിന് ഇഷ്ടമാണോ? ഇഷ്ടല്ലേ? മോഹൻലാൽ ഇഷ്ടല്ലേ? ആരാണ് ഈ പറയുന്നത് മോഹൻലാൽ ഇഷ്ടമല്ല? ഇവർക്ക് ഇഷ്ടമല്ലേ? ശരിക്കും എനിക്ക് ഇഷ്ടം മോഹൻലാൽ. എന്ന് പറഞ്ഞത് ഞാൻ തെറ്റ് പറഞ്ഞതാ. പക്ഷെ അത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻസർ തെറ്റ് പറഞ്ഞു. ഇഷ്ടമല്ല ഇഷ്ടമുണ്ട്, അത് രണ്ടും ഒരേ ആൻസർ തന്നെയാണ്. ആൻസർ അപ്പൊ ഞാൻ നോ പറഞ്ഞു. അത് നിന്റെ. പക്ഷെ ഇതിന് ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് യെസ് ഓർ നോ ആണ് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ. അതില്ലാത്ത വേറെ അതും ഇല്ലാത്ത ലോജിക്ക് ഇല്ലാത്ത സാധനമാണ് നീ പറയേണ്ടത്. യുനോ ഇഷ്ടമാണ്. അപ്പൊ ഇഷ്ടമാണെന്ന് പറയാൻ പറ്റൂലല്ലോ. പറ്റൂല. പക്ഷെ അതുകൊണ്ട് നോ പറഞ്ഞു. ബട്ട് ഞാൻ ചോദിച്ചതിന് രണ്ട് ആൻസർ ഉണ്ട്. നോന്നും പറയാം, എസ് എന്നും പറയാം. ഇതൊരു നോന്നും പറയാം, എസ് എന്ന് പറയാം. അപ്പൊ രണ്ട് പറഞ്ഞാലും ആ ചോദ്യത്തിന് ആൻസർ ആയിരിക്കും. അപ്പൊ അതിന് ആൻസർ അല്ലാത്ത ലോജിക്ക് ഇല്ലാത്ത ഒരു ആൻസർ ആണ് നിന്റെ ഭാഗത്ത് നിന്ന് പറയുന്നത്. അല്ലെങ്കിൽ കിട്ടും. പുഴകൾ ഇഷ്ടമാണോ? അരുവി ഇഷ്ടം. നീന്താൻ പോകാറുണ്ടോ? കുളിക്കാൻ പോകാറുണ്ട്. പൂമ്പാറ്റകളെ ഇഷ്ടമാണോ? പഴം എനിക്കിഷ്ടം. പഴത്തിൽ മധുരമുണ്ടോ? മാങ്ങയ്ക്ക് ഭയങ്കര കയ്പ. മാങ്ങ തിന്നാറുണ്ടോ? ചക്കയ്ക്ക്. മാങ്ങ എവിടെ ഉണ്ടാവുന്നേ? കല്ലേല്. കല്ല് എന്തിനു ഉപയോഗിക്കും? പറന്നു പോവാൻ നല്ലതാ. പറക്കാൻ വിമാനത്തിലല്ലേ പോവാൻ ഇഷ്ടം? നടന്നു പോകുന്ന എനിക്കിഷ്ടം. നടക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? പറ, ചിന്തിക്കാൻ പറ്റില്ല. നടക്കാൻ എന്താ ഉപയോഗിക്കുന്നത്? നടക്കാന് പാള ഉപയോഗിച്ചാണ് നടക്കാറ്. ചെരുപ്പ് ഉപയോഗിക്കും. ഞാൻ ചോദിക്കുന്ന ആൻസർ പറഞ്ഞോണ്ടിരിക്കുന്നത് പിന്നീട് ഉടായ്പ തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതിപ്പോ ഏറ്റവും കൂടുതൽ വിൻ ചെയ്തോണ്ടിരിക്കുന്നത് ഞാൻ തന്നെ കേട്ടോ. ഭയങ്കര കോൺഫിഡൻസ് ആണ്. അല്ല പിന്നെ ഇത് ഒന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ എത്ര നേരം കഴിഞ്ഞ് എത്ര ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ടാ ആൻസർ പറയുന്നത്. ഫ്രണ്ടിന്റെ പേരെന്താ? ഫ്രണ്ടിന്റെ പേരെന്താ? പൂക്കളുണ്ടോ? മൗലി ടീച്ചർ സൂപ്പറാണ്. മൗലി ടീച്ചർ ആരാ? ഇവൻ ആദ്യം എന്നെ പറഞ്ഞു. ഏത് സ്കൂളിലാ പഠിച്ചേ? വീട്ടിലിരുന്ന് പഠിക്കാൻ എനിക്കിഷ്ടം. വീട്ടിലിരുന്ന് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വല്ല മനസ്സിലാവോ? സ്കൂളിൽ പോയി പഠിക്കുന്നതിനെക്കാട്ടി ഭേദമതി. ഇപ്പൊ മനസ്സിലായില്ലോ സ്കൂളിൽ പോകുമ്പോ മടിച്ചു കോതയായിരുന്നത്. നിന്റെ പേര് പറ, ധൈര്യം ഉണ്ടെങ്കിൽ പറ. കപ്പളങ്ങ. അയ്യേ, ഇവനെയൊക്കെ വളർത്തുന്ന സമയത്ത് കപ്പളങ്ങ, ചക്ക, മാങ്ങ. ഓക്കെ, ചക്ക ഇഷ്ടം. പിന്നെ മാങ്ങ പുളിയാ. മാങ്ങ പുളിയാണോ? ആരോഗ്യമുള്ള ശരീരത്തിന് ചക്ക നല്ലതാ. അത് മാറി. ചക്ക നല്ല ആരോഗ്യമുള്ള ശരീരത്തിന് ചക്ക നല്ല. ആൻസർ എന്തു ആവാം. ചക്കയും മാങ്ങയും ടിൻസിന് പൂക്കൾ ഇച്ചിരി കൂടുന്നുണ്ട്. അത് ചുറ്റും നോക്കുമ്പോ അതൊക്കെ ടിൻസിന്റെ കഥയില് പൂക്കള്, മാങ്ങ, ചക്ക, വാഴ. നമ്മളിങ്ങനെ ചുറ്റും നോക്കുമ്പോ ഞങ്ങള് മുറ്റത്താണ് ഇരിക്കുന്നത്. മുറ്റത്തിരിക്കുന്നത് നമുക്ക് ഓപ്പോസിറ്റ് കാണുന്നതെല്ലാം ചക്കയും മാങ്ങയും പൂമ്പാറ്റകളും കപ്പളങ്ങയും ചക്കയും ഇതൊക്കെയാണ്. അപ്പൊ പെട്ടെന്ന് മൈൻഡിൽ കാണുന്നതാണ് ഞാൻ പറയുന്നത്. അപ്പൊ എനിക്ക് തല്ലിട്ടായിരിക്കും ചക്ക, മാങ്ങ. ഇങ്ങനെ പറയുകയാണെങ്കിൽ ആൻസർ എപ്പോഴും ഓപ്പോസിറ്റ് ആയാൽ മതി എന്നാണ് ഈ ഒരു ചലഞ്ച്. റോങ് ആൻസർ ഉള്ളു. കപ്പളങ്ങയും ചക്കയും മാത്രം എടുത്തോണ്ട് വന്നേക്കരുത്, പൂക്കളും. കണ്ടിന്യൂ. ഇനി പൂക്കളെന്ന് പറഞ്ഞാൽ കിട്ടും. ശരി. നിന്റെ വീട്ടിൽ എന്തൊക്കെയുണ്ട്? റോഡ് വഴി പോയി കഴിഞ്ഞാൽ മുരിങ്ങക്ക കാണാം. തുടങ്ങി.
ചക്കയും മാങ്ങയും വേണ്ടാന്നല്ലേ. ഓക്കെ. മുരിങ്ങൊക്കെ മുരിങ്ങൊക്കെ തിന്നാൻ ഇഷ്ടമാണ്. അമ്പലപ്പുഴ പാൽ പായസം അടിപൊളിയാ. പോയിട്ടുണ്ടോ അവിടെ? ആലപ്പുഴയിൽ പോയാൽ ചങ്ങാടം കാണാം. ആലപ്പുഴയിലല്ലേ അമ്പലപ്പുഴ? മാങ്ങ മാങ്ങ തുടങ്ങി. സൂപ്പറാ. മാങ്ങ പറയരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചുറ്റും നോക്കി ഇതൊക്കെ കാണുന്നത്, അപ്പൊ പെട്ടെന്ന് അതാ വരുന്നത്. അതെ. ഇഷ്ടപ്പെട്ട ഫ്രൂട്ട് ഏതാ? ലവ്ലോലി. ലവ്ലോലിയോ? അത് എങ്ങനെ ഇരിക്കുന്നത്? എനിവേ ഇതാണ് നമ്മളെ റോങ് ആൻസർ ഒള്ളി ചലഞ്ച്. ആവശ്യത്തിന് കിട്ടുകയും മേടിക്കുകയും ചെയ്തിരിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂട്ടി? ഇനി കറക്റ്റ് ആൻസർ നമ്മൾ വരുന്നതായിരിക്കും. കറക്റ്റ് ആൻസർ ഇപ്പൊ പറഞ്ഞത് തന്നെ, എപ്പം പറഞ്ഞാലും മണ്ടത്തരം തന്നെ വായിക്കുന്നത്. പിന്നെ കറക്റ്റ് ആൻസർ വരുന്നത് തന്നെ ഏറ്റവും ബെസ്റ്റ് റോങ് ആൻസർ ഉള്ളി തന്നെയാണ്. പക്ഷെ അത് പെട്ടെന്ന് സ്റ്റഡി ഫ്രെയിമിൽ പെട്ടെന്ന് പടപടപടാ ചോദിക്കുമ്പോഴത്തേനും ചിലപ്പോ കിട്ടണമെന്ന് ഇല്ല. അപ്പൊ ഇതാണ് ഈ ഒരു ചലഞ്ചിന്റെ ഡിഫിക്കൽട്ടി. അപ്പൊ അടിപൊളിയായിരുന്നു. ഇഷ്ടപ്പെട്ടോ? എൻജോയ് ചെയ്യാൻ പറ്റും. അതെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഞങ്ങൾ എൻജോയ് ചെയ്തു, നിങ്ങൾ എൻജോയ് ചെയ്യുന്നു വിശ്വസിക്കുന്നു. അപ്പൊ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് അറിയിക്കുക. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തിട്ട് കൂടെ തന്നെ ഉണ്ടാവുക. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് എല്ലാവർക്കും വീണ്ടും കാണുന്നവരെ ബൈ.